നമുക്കൊരു ഇല്ല നമുക്ക് എല്ലാം കൂടെ ഒരു 4-5 പ്രീവാർ നോക്കാനുള്ളതുണ്ട്. തൽക്കാലം ഉണ്ടല്ലേ. ഒന്നാ അതിൽ 100 അടിക്കുക മറക്കാം. നിന്റെ അച്ഛന് കൊടുക്കാൻ 100. ഡാഡി കൊറേ ഡാഡി വിളിക്കില്ല. ഡാഡി വിളിക്കലാണ് അണ്ണനെ. ഡാഡിക്കാലും വിളിക്കില്ല, കൊറേ വിളിക്കുന്ന അണ്ണാ. നിന്റെ ഡാഡി ആരോ നിനക്ക് അതിന് അറിയാവോടാ? അറിയാത്ത ആള് പറഞ്ഞ നിനക്ക് എങ്ങനെ പൊള്ളുന്നേ? ശരി ഒരു സെക്കൻഡ് അണ്ണാ, ഒരു സെക്കൻഡ് അണ്ണന്റെ ഡാഡിയുടെ പേരെന്ന് പറഞ്ഞേ. ഞാൻ നോട്ട് പേര് എടുന്നെടുക്കട്ടെ. അണ്ണാ ഡാഡിയുടെ പേരെന്ന് പറഞ്ഞേ. അല്ല ഒന്ന് ഹലോ ബ്രോ, നിങ്ങള് ഗണ്ണ് കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? എത്രക്കാ കൊടുക്കുന്നത് ബ്രോ? 20 കോടി ഒന്നിനാ? എത്ര വേണം? 20 പറ്റൂല ബ്രോ. 15 ഓക്കെയാണോ? 15 കുറച്ച് കൂടുതലല്ലേ? 15 നിലവിലെ റേറ്റ് ആണ്. റേറ്റ് ആണ്. ഇപ്പൊ 15 ആണോ? ഒന്ന് നമ്പർ ഞാൻ വിളിക്കാം, ഞാൻ കോണ്ടാക്ട് ചെയ്യാം. 471 അല്ലേ? ഞാൻ വിളിക്കാം. പേരെന്തായിരുന്നു? ചന്ദ്രൻ. ഓക്കെ വിളിച്ചേ ഏട്ടാ. കൊള്ളുന്നില്ലേ? പേരെന്തായിരുന്നു? സേവിയർ, മിന്നൽ സേവിയർ. അയ്യോ 15 നിലവിലെ റേറ്റ്? റേറ്റ് കറക്റ്റ് ആയിട്ട് എനിക്കറിയാ. നോക്കട്ടെ, എങ്ങനെ കൂടുതൽ കുറവാണെന്ന് നോക്കിയിട്ട് അനുസരിച്ച് തരാം. വിളിച്ചേ എന്തായാലും. ഞാൻ വിളിക്കാം. എത്ര വേണ്ട? ഒരു 10-30 വേണ്ടി വരും. 30? ഒരു 50 എടുക്ക്. ഇപ്പോഴേ കണ്ണ് കിട്ടത്തുള്ളൂ. ഇപ്പൊ സ്റ്റോക്ക് ചെയ്തില്ലെങ്കിൽ പെടുവേ. കാര്യം കാർഡ് തന്നാ എന്തായാലും നടക്കോ? ഇനി കാർഡ് നീ നടക്കൂല. കാർഡ് നടക്കൂല. പൈസ റെഡി ഇപ്പൊ തരും. ഷേക്ക് അല്ലെങ്കിൽ വീട്ടിലൊക്കെ പോയി സെറ്റിൽ ആയിട്ട് വിളി. ഞാൻ എന്നാ കാശൊക്കെ എടുത്തിട്ട് നല്ല കാര്യം. അല്ലടാ, അത് ഞാൻ പറയട്ടെ. ഗ്രൈൻഡ് ചെയ്യണത് ഭയങ്കര ഇതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അവനോട് നേരിട്ട് ചോദിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. സോ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നത് പിന്നീട് ചെയ്യണം. ഞാൻ ഇത് ചെയ്യണം. അത് ആ പിള്ളേർ ഗ്രൈൻഡ് ചെയ്തല്ലേ. ഇല്ലെങ്കിൽ പൈസ ഒക്കെ പിന്നെ ഉണ്ടാവും. പക്ഷെ അമ്മ ഗ്രൈൻഡ് ചെയ്തത് പിള്ളേരുണ്ട്. ഇത് കൊടുത്തേ. മനസ്സിലായി. ഞാൻ കൊടുത്തേ. ഓക്കെ. എത്ര നിങ്ങളുടെ എത്ര പോയിന്റ് ഉണ്ടായിരുന്നു? 8:38:46 കറക്റ്റ് അല്ലേ? ഏതാ വാസവന് കറക്റ്റ് ആയിട്ട്? എന്താ പറ്റിയേ? അത് മനസ്സിലായില്ലേ? അല്ല ശരിക്കേ, ഇനിയാണ് നമ്മൾ ഡീലിലോട്ട് കടക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ 38 കാർഡുകൾ നമ്മൾ തന്നല്ലോ. അപ്പൊ ഇനി ഒരു കാർഡിന് ഒരു 10 CR വെച്ചിട്ട് 38 കാർഡിന് ഒരു 150 CR. ഏത് യൂണിവേഴ്സ്? അല്ല, ഞാൻ TV അപ്പാപ്പനായിട്ടാണ് സംസാരിക്കുന്നത്. അല്ലല്ല, TV അപ്പാപ്പ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാറില്ല. അപ്പാപ്പ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പൊ സമാധാനത്തിൽ ലവ് ഫ്രം MRC എന്നൊക്കെ വന്നു. അതിപ്പോ മാറി കൊട്ടവാസം എന്നൊക്കെ പറഞ്ഞു
ഞാൻ കാര്യം പറയട്ടെ കുറച്ചുകൂടെ മൈക്ക് മാറി കിടക്കുവാന്നോ? ഇത് അണ്ണന്റെ വണ്ടി എടുത്തോണ്ട് ആരാ പോണതോ? റൈറ്റ് ഹെലി. ഞാൻ അവിടെ ഉണ്ട് ഗ്യാങ്സിന്റെ പുറത്താണ്. അണ്ണാ ഒരു കാര്യം സംസാരിക്കണോ? ഗ്യാങ്സിന്റെ പുറത്താരാ പെണ്ണിന്റെ വെച്ച് ബന്ധിക്കണേ? ഇതാരാ? ഇതാരാ? ഏത് ഞാൻ? ഏത് പാച്ചു? ഓ വില്ലുമാന്റെ ഗേൾഫ്രണ്ട് പാച്ചു. ആ ഓക്കെ ഓക്കെ ഓക്കെ. പാച്ചു സുഖല്ലേ? വില്ലുമാനെ സുഖല്ലടാ? അതെ അതെ അതെ. അണ്ണാ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു. ഇങ്ങോട്ടാ സീക്രട്ടാ സീക്രട്ട്. സീക്രട്ട് പറയാൻ ഞാൻ സീക്രട്ട് ഏജന്റോ? അയ്യോ ഒഴുകിയത് പറഞ്ഞപ്പോ. ആ അണ്ണാ ഇത് ഒരു 30 കണ്ണ് ഒരു ഗ്യാങ്ങിന് വേണം. പാവണ്ണ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ കാര്യമായിട്ട് കാണുന്ന ഒരു ഗ്യാങ്ങ. കൊടുത്തോട്ടെ? ഏത് ഗ്യാങ്? ഇത് മറ്റേ ഗ്യാങ്ങിന്റെ പേരെന്തായിരുന്നു നമ്മള് സംസാരിച്ചേ? മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് MRC പോലെ മഞ്ഞ ഡ്രസ്സുള്ള വേറെ ആർക്കടാ? GNR അല്ലേ MRC പോലെ മഞ്ഞ XT ആ? ഞാൻ XT ആണ്. XT പാവണ്ണ അമ്മമാര് കണ്ടില്ല. ഇല്ല XT പാവാണെങ്കിൽ നമ്മളടുത്ത് ഒരു കാര്യം പൈസ ഉണ്ടാക്കിട്ട് വാറ് കളിച്ചാൽ മതി. ആരാ അപ്പാ? ഹലോ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ മനസ്സിലായി. അണ്ണാ ഈ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇവിടെ ഇങ്ങനെ കണ്ട വില്ലുമോ കണ്ട ഗേൾ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് ഇവിടെ നിക്കണേ? ഞാൻ ഹീൽ എടുക്കാൻ വേണ്ടി സ്ട്രിക്ട്ലി എന്ന് പറഞ്ഞാണ്. ഞാൻ ഇവിടെ ഹീൽ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നാ. നിന്നൊക്കെ പറഞ്ഞു മാറുന്ന ഇവിടെ ആ വണ്ടി കണ്ട ആ ബാക്കിൽ അപ്പുറത്ത് മഞ്ഞ അവിടെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇല്ലോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഞാൻ അങ്ങനെയാണല്ലോ. ഞാൻ ഗാങ്സിനെ വിളിക്കാന്ന് ഗേൾസിനൊന്നും കേട്ടാറില്ല. പിന്നെ നിന്റെ പൊണ്ടാട്ടിയും കൊച്ചും മറ്റേതൊന്നും ഇതിനകത്ത് കയറി വന്നാൽ അടിച്ച് ഞാൻ തിരിക്കും കേട്ടോ. ചന്ദ്രബോസിനടുത്ത് മറ്റേ തമിഴ്നാട് ബാലനും മറ്റേ അവരെല്ലാം ഇതിനകത്ത് കയറിനകത്ത് വന്നാൽ അപ്പൊ അവിടെ ഇവിടെ അടിക്കും. നിന്റെ പെണ്ണിനെ ഒരുത്ത വളക്കണ ബാലെ മറ്റേ അവരൊക്കെ നോക്കിയാ പ്രസവിക്കും. പോയി പോയി സംസാരിക്കും. ആര് നോക്കിയ പ്രസവിക്കും? എന്തൊക്കെ ദൃഷ്ടി കൊണ്ട് പ്രസവിപ്പിക്കുന്നതാണ്. പാട്ട് കേട്ടാ? ഇല്ല എന്താ അളിയാ നിങ്ങക്ക്? ഞാനൊരു കാര്യം പറയാം. ഗ്യാങ് വണ്ടിയില് പെമ്പിളാരെ കേറ്റരുത്. ഇപ്പഴേ പറയുവാണേ. ഗ്യാങ് വണ്ടിക്കകത്ത് പെമ്പിളാരെ കേറുന്ന കണ്ടാ ഞാൻ ഞാൻ അപ്പാച്ചൂസിനെ കൊണ്ട് വിട്ടിട്ട് പറഞ്ഞു. ഇവിടെ പറ്റൂലെന്ന് പറഞ്ഞ മനസ്സിലാവൂല, ആർക്കും മനസ്സിലാവത്തില്ല. ചന്ദ്ര ഗ്യാങ് വണ്ടിക്കകത്ത് ഇനി എലിയോ നിന്റെ പെണ്ണുമ്പിളോ എല്ലാം കയറ്റി ഇതുവഴി സർക്കിട്ട് നടത്തുന്ന കണ്ടു കഴിഞ്ഞാൽ പിടിച്ചിറക്കി അടിക്കും അന്നേരം. പിന്നെ ഞാൻ വേറെ കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ആരുടെയോ ഗ്യാങ്സിന്റെ KVയുടെ ഗ്യാങ്സിന്റെ ഇനാഗുറേഷന് പോയപ്പം നിന്റെ അതേ ഉടുപ്പ് ഇട്ട് മുടി അതുപോലെ വെട്ടി ആ കൊച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ കയറി വന്ന്. അണ്ണാ ഞാൻ വിളിച്ചു പറഞ്ഞാണ് എന്റെ സാങ്കേതിക തകരാറുണ്ട്. ഒന്ന് വേഷം മാറിപ്പോ. സേവുള്ളവനാ കാരണം ഞാൻ ഇല്ലെങ്കിൽ ഗ്യാങ്ങിന് ഒരു ഭയങ്കര നെഗവല്ലേ അണ്ണാ? ഒരു നികത്താൻ പറ്റാത്ത ഒരു വിടവല്ലേ? അപ്പൊ ആ ഒരു വിടവ് നികർത്താൻ നിന്റെ മോൻ വലിഞ്ഞു കയറി വന്നത് അവിടെ. അണ്ണാ എന്റെ മോനെ ഇങ്ങനെ എന്റെ മോൻ എല്ലാരും ഇങ്ങനെ
ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കണ്ണാപ്പി. കാരണം എന്നറിയോ, അത് അതിൽ തന്നെ ഉണ്ട്, നീ പറഞ്ഞതിൽ തന്നെ ഉണ്ട്, നിന്റെ മോൻ. അതുകൊണ്ടാണ് ചെറുക്കനെ അങ്ങനെ ആക്കുന്നത് എല്ലാരും. എന്നാ നല്ല പയ്യന്, കാണിച്ചു വെച്ച നീ കാണിച്ചു നല്ല പയ്യനാണ് എല്ലാം അതേ കണ്ണാപ്പി. നിനക്കൊരു പെണ്ണ് പോലില്ലടാ, നിനക്കൊരു പെണ്ണ് പോലില്ല. മനസ്സിലായി? നീ സംസാരിക്കുന്നത് ദൈവം, മനസ്സിലായില്ലേ? നീ നിർത്ത്. എടാ കണ്ണാപ്പി, നിങ്ങൾ റിലേഷൻ ആയിരുന്നപ്പോഴേക്ക് അവളായിരുന്നോ ബോയ് ഫ്രണ്ട്? അല്ലല്ല ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, സോറി. എന്തായിരുന്നു എക്സാക്ട്ലി? ചിന്നുമോളാ? ചന്ദ്രു അല്ല അറിഞ്ഞോ? ഇന്നലെ സിറ്റിയിലുള്ള പകുതി പേരെയും കൊണ്ട് അവള് കായം പറക്കിട്ടിട്ട് വന്നു. ചന്ദ്രു അവളെ അടിച്ചതും പറഞ്ഞു. ഒരു സെക്കൻഡ് ഫുഡ് എനിക്ക് പറഞ്ഞ ഞാൻ പോലും ഫുഡ് ഓർഡർ ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ട് വരാറില്ല. ഊക്കണ്ണ, ഇങ്ങനെ നിങ്ങളെ ഇത് കറക്റ്റ് ആയിട്ട് വന്ന അവിടെ. താങ്ക് യു കുക്കണ്ണ. അവളെന്തോ ഇട്ടത്? പണിയില്ലാത്തവർക്ക് പണി കൊടുക്കുന്നുണ്ട്. കോൾ 47. എടാ ഈ ചിന്നുമോൾ അവളുടെ വല്യമോനെ ആരോ കൊണ്ടുവന്ന്. അത് നിരുപമയാ. കേട്ടില്ല, എന്താ? ഓക്കെ എല്ലാവരും കുഴപ്പമൊന്നുമില്ലായിരിക്കല്ലോടാ. അടിച്ചു കയറിയതാ. നോക്കില്ലടാ. അണ്ണൻ കണ്ടാലോ ചന്ദ്രനെ ഇപ്പൊ കളയും. ആ ഹുഡി അങ്ങ് ഊരിട്ട് മറ്റേ ഡ്രസ്സും കിട്ടോളം പറയും. ഒന്നും നടക്കട്ടെ പെങ്ങളെ. പോരാ. ആരെ വല്യമന്തി? ചേർന്ന അവനങ്ങ് അതിന്റെ ഇട. അയ്യോ അവനങ്ങ് പട്ടി. ഞാൻ ഇവിടെ ഇല്ല. കുത്തല്ലേ ഞാൻ മുതുക്കുവാ. ഇവിടെ ഹലോ ഷേഖേ പറ. ഞാൻ ഇവിടെ ഗാംഗോസിന് ഇവിടെ ഉണ്ട്. ഓക്കേണാ മോണ്ടോ? ഓക്കേടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ. പണ്ടായിട്ട് വരാം. ഞാനിവിടെ ഗാംഗോസിന്റെ അവിടെ ഉണ്ട്. ഞാൻ ബാങ്കിൽ വരണോ അതോ? എന്നാ ഗാംഗോസിനെ കൊണ്ടോ. ഓക്കെ സെറ്റ് 300 സിയാറേ. ഓക്കെ വളരെ 30 കണ്ണ പാവം പിള്ളേരാണ്. അമ്മ അടിച്ചോട്ടണ. വെറുതെ നമ്മൾ ഈ കണ്ണൊക്കെ കൂട്ടി എന്ത് ചെയ്യാനാ? ചന്ദ്ര ആർക്കാണേലും ഗണ്ണ് കൊടുക്കുന്നില്ല. അണ്ണ ഇന്നൂടല്ലോ അണ്ണ മറ്റേ പോയിന്റ്. പോയിന്റ് ഇന്നൂടല്ലോ അണ്ണ. പോയിന്റ് ഇന്നൂടല്ലോ. ഗണ്ണ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഗണ്ണ് കൊടുക്കുന്നില്ല. അണ്ണ ഞാൻ കാര്യം പറട്ടെ. അണ്ണ
ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര. അയ്യോ ഗണ്ണെങ്കിലും അണ്ണത്തെ വന്നേ വേണോ ഇനി അത് തിരിച്ച്? ഇല്ല എനിക്ക് വേണ്ട അണ്ണാ. ഈ അമ്മ കൂവണ ഒരു അസുഖം കൊണ്ടാണ് അണ്ണാ. ഇത് റിപ്ലേസ് കൂടുതലാണ് എനിക്ക്. ഇല്ല അണ്ണാ ഞാനെങ്ങനെ ചെയ്യുന്നുണ്ട് തോന്നാ. അണ്ണാ പഴയതിൽ ഉന്നല്ലാട്ടാ അവസരട്ടാ. പറ അണ്ണാ ഈ തമ്മി തള്ളപ്പര് അണ്ണാ. ചേട്ടാ ചന്ദ്ര, എനിക്കറിയാം നീ പാവം കൊണ്ടൊന്നും ഒരു ഗ്യാങ്ങിനും കണ്ണു കൊടുക്കാൻ പോണില്ല, മനസ്സിലായ? നിന്റെ മനസ്സില് വേറെ എന്തോ വലിയ ഇത് റെന്റ് ഔട്ട് എന്ത് അവർ റെന്റ് തരും ഒന്നും വേണ്ട അണ്ണാ. ഇതൊക്കെ നല്ല ബിസിനസ് ആണ്. നമ്മളിങ്ങനെ മുരടിച്ച് പോകത്തുള്ളൂ ഇവിടെ. ഇങ്ങനെ മുരടിച്ച് നീയൊക്കെ ഇങ്ങനെ ഒന്നും ഇവിടെ. ഹലോ ഹലോ അതെ എന്തൊക്കെ ചന്ദ്ര മോശമായ കാര്യങ്ങളൊക്കെ ചിന്നിമോൾട്ടേക്കല്ലേ അവക്ക് പ്രാന്താ കൊച്ചു പെണ്ണിന്. പണി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ പണിയല്ല പണി കൊടുക്കുന്നാടാ കൊച്ചു കുഞ്ഞ്. കൊച്ചു കുഞ്ഞ്. ആ നോക്കട്ടെ ഞാൻ നോക്കട്ടെ വിളിക്കാം. ഇല്ല അണ്ണാ ഇത് റെന്റ് ഔട്ട് അണ്ണാ. അണ്ണാ ഏത് ഗ്യാങ്ങിനാന്ന് പറഞ്ഞു? ഗ്യാങ്ങിന്റെ പേര് XT. നമ്മൾ നോക്കണം ബിസിനസ്സിന് നമുക്ക് ഇങ്ങനത്തെ അണ്ണാ. ബിസിനസ്സിന് നമുക്ക് ഇങ്ങനത്തെ അത് നമ്മളെല്ലാം കത്തിക്കത്തില്ലേ? നമ്മളെ കണ്ടെത്തി നമ്മളെ തല്ലൂലേ? ആ ഇല്ല നമ്മളെ തല്ല അതിൽ കാര്യമില്ല. അതിൽ കാര്യമുണ്ട്, എനിക്ക് കാര്യമുണ്ട്. അണ്ണാ നമ്മൾ അങ്ങനെയൊക്കെ എത്തിക്സ് നോക്കി കഴിഞ്ഞാൽ ബിസിനസ് നടക്കൂല. നമുക്ക് ബിസിനസ് വേണം, കാശ് വേണം. നിന്നൊക്കെ കൊടുക്കൂടാ വേണമെങ്കിൽ. നിന്നൊക്കെ പച്ചക്ക് പ്ലക്കാൻ കൊടുക്കും. നിന്നെയൊക്കെ എടാ ഇങ്ങനെ ഒരു മിനിറ്റ്. വാസനോടെ പോയി മാഞ്ഞു പോയാ. ലൈറ്റ് ഇനിയിപ്പോ ഞാൻ പോയി ഫുഡൊക്കെ എടുത്തിട്ട് വാസന കോൾ വിളിക്കാൻ പോലെ. ഓക്കെ വാസന കോൾ വിളിക്കാൻ പോയി. അപ്പൊ ഞാൻ പോയിട്ട് ഫുഡൊക്കെ എടുത്തിട്ട് മെല്ലെ വരാം. കാരണം വാസന പോയി കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. അറിയാലോ നിങ്ങൾക്ക് ആളെങ്ങനെയാണ്. ആ വന്നു. ഓ അവർക്കിപ്പോ യാതൊരു റിക്വയർമെന്റും ഇല്ല. ഹലോ ഇവിടെ ഉണ്ടോ? അവർക്ക് കണ്ണു വേണ്ടെന്നാ? അവർക്ക് കണ്ണ് വേണ്ട, അവർക്ക് ചുമ്മാ സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണെന്ന്. ഇവിടുത്തെ പോലെ കൊണ്ടുവന്ന് അവിടെ വെക്കാൻ. എന്ത് വ്യത്യാസമുണ്ട്? നിന്റെ അച്ഛന്റെ ഡാഡി പറയല്ലേ. ഡാഡി പറയല്ലേ. എന്റെ ഡാഡി പറഞ്ഞ കറക്റ്റ് ആവണം. ഇവിടെ ഇരിക്കുന്നത് ഒരുപോലാണ്. അണ്ണാ ഞാൻ കാര്യം പറയട്ടെ. സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണ്. അണ്ണാ നമ്മൾ ഈ കിടക്കെങ്ങനെ തോക്കുവോ? നമ്മൾ തോക്കൂല. ഞാൻ കാര്യം പറയട്ടെ. നമുക്ക് ഈ കാശ് വാങ്ങിച്ചാ പോരെ. അവര് കാശ് തരും. ഇവനെ അടിച്ചിട്ട് ഹോസ്റ്റേജ് എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ഞാനാണ് അങ്ങനെ തോറ്റാണ്ടല്ല. ഞാൻ മുണ്ടൂര് കറക്കുമല്ല അമ്മ കൂടെ ഇന്ന്. ഇവനെ ഡീപ്രമോട്ട് ചെയ്യണം. ആ ഓക്കെ ശേഖരാണ് അവരിന്റെ. അന്നേങ്ങോട്ട് പോണ്. ഇത് വേറെ ആണാ? അത് തോന്നുന്നേ. അണ്ണാ ഇത് ഇപ്പൊ ഇവർക്കൊക്കെ ഒരേ നിർബന്ധം ശരിക്കും വന്നപ്പോ കാണണോന്ന്. ഒരുത്തരെ വിശ്വാസം ഇല്ലെന്നുള്ള എന്റെ തെളിവാണ് ഈ എല്ലാരും ഒരു തന്നെ പുറകെ ഇങ്ങനെ വരിക എന്ന് പറയണത്. കാരണം എന്താ അറിയാ ഷേഖ്? കാരണം ഗ്യാങ് ഹൗസിൽ നിന്ന് കുറെ ഗണ്ണൊക്കെ എടുത്ത് കട്ട് മുടിപ്പിച്ച ഒരേ ഒരു ഗ്യാങ് മാത്രമായിരിക്കും. എനിക്ക് അവൻ എന്റെ ആള്. അവൻ എന്റെ റൈറ്റ് ഹാൻഡ്, എന്റെ അരിമ മകൻ. ഏപോലെ അവന്റെ ടീമിലുണ്ട്. ആ ഇത് വേറെ അല്ല. എന്താ എന്തിനായിരുന്നു പ്ലീസ് അണ്ണാ പ്ലീസ്. നമ്മുടെ ബിസിനസിനെ പറ്റി നമുക്ക് അങ്ങനെ പുറത്ത് റിവീൽ ചെയ്യാൻ പറ്റില്ല. ബ്ലാക്ക് മണിയുടെ കേസ്. ബ്ലാക്ക് മണിയുടെ ഉടായ്പൊന്നുമില്ല. ബ്ലാക്ക് മണി വാസന.
സംഭവം ഇത് ഞാൻ ഇങ്ങനെ കൊടുക്കാറില്ല, ചന്ദ്രൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ 2.5 CR തന്നതാ. 2.5 എന്താ കൊടുത്തത്? വൈറ്റ് മണി തരാന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അല്ലല്ല ഒരു കാര്യം, ഡീലൊക്കെ നിങ്ങൾ തമ്മിലാണ്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇവൻ ചെയ്യുന്ന കള്ളത്തരത്തിന് TV ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് ഞങ്ങൾ തരുന്നൊരു ഞങ്ങൾ തരുന്ന ഒരു ഇതാണ്. ഞങ്ങൾ പറയാൻ ഇതിന്റെ പേരിൽ TV ആയിട്ട് യാതൊരു വിധ സംസാരത്തിനും നിങ്ങൾ സംസാരിക്കരുത്. ഇവൻ കള്ളനാ, ഇവന്റെ ഇതൊരു ഡിസ്ക്ലൈമർ പോലെ ഞാൻ എഴുതി കാണിക്കുന്നതേ നിങ്ങളുടെ ഇഷ്ടം. എന്റെ കാശ് നല്ല നിറമുള്ള കാശ, ഇത് കഴുകിയോ ഇത് എങ്ങനെ വെച്ച സ്റ്റേറ്റ് കൊണ്ട് ഉതുക്കി നോക്കിയ ഇത് കള്ള കാശല്ലേ ഇത് ഞാൻ തരാൻ പോണത്, റിയൽ മണിയാ. അല്ല ചന്ദ്ര, ഇതിപ്പോ അല്ല അങ്ങനെയല്ല തന്നെ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ നമുക്ക് വൈറ്റ് മണി തന്നിട്ട് നമുക്ക് ബ്ലാക്ക് മണി കൈമാറാം, അതായിരിക്കും. ആ വൈറ്റ് എനിക്കായിരുന്നു ഒരു ഇതില്ല, ഒരു 50 മതിയാ. മെസ്സേജ് ആണോ? എന്ത് 50 കോടിയാ? ഇല്ല ഇപ്പൊ തരാ, ലൊക്കം കാശിരില്ല നമ്മള് ഒരു ഐഡി പറഞ്ഞാണ്. അതെ ഞാൻ ബാങ്കിൽ പോയി കാശ് എടുക്കാം, അതായിരിക്കും നല്ലത്. ഒന്ന് വണ്ടി എടുത്താൽ നിങ്ങളോട് വരാം. ചൂട് പോയി. നീ എന്തിനാണ് ഡ്രൈവ് ചെയ്യുന്നത്? എന്തിനെ കൊണ്ട് ലൊക്കം കാശ് ഇപ്പൊ ഇറക്കും. ഈ വണ്ടി മിക്കവാറും വള്ളത്തിൽ കൊണ്ടുപോയി തള്ളിടാനായിരുന്നു. ഇല്ല ഇത് അപ്പുറത്ത് ഇതുണ്ട്, അപ്പുറത്തുണ്ട്. ഞാൻ പറയട്ടെ, ഈ വാസവണ്ണ നമ്പല്ലേ, നാളെ വാസവണ്ണ നല്ല വിഷയമൊക്കെ ഉണ്ടാക്കും, അറിയാലോ. നമ്പല്ലേ നിങ്ങളിങ്ങനെ ചക്കര അടയും ചക്കര പോലെ ഇരിക്കല്ലേ ഇങ്ങനെ, നിങ്ങൾ പണ്ടത്തെ പോലെ തന്നെ പിണങ്ങിയിരുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല ഒന്നും. ഒരു മിനിറ്റ് ഇപ്പൊ തരാം. സമീർ വന്നില്ലേ? ഷമീർ ബാങ്കിങ്. ഒരു മിനിറ്റ്, 98,000 അക്കൗണ്ട് കാശില്ല, എന്റെ കയ്യിലാണോ കാശ്? ഒരു മിനിറ്റ് ഷേക്ക് അവിടെ ഇല്ലേ? 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി. എത്ര കോടി ടോട്ടല്? 750. 700 CR ഒന്നില്ലേ? 700. ഇനി ഒരു 50 കോടി. 50 കോടി ബാങ്കിൽ. ഒരു മിനിറ്റ് 50 കോടി ഞാൻ ഇപ്പൊ ബാങ്കിൽ ഇട്ട് തന്നായിരുന്നല്ലോ. ശരി 50 കോടി. ഇല്ലല്ല അതുകൊണ്ട് കാശുണ്ട്, അത് ബാക്കി കാശ് ഫുള്ള് ബാങ്കില, കയ്യിൽ ഇത് വെച്ചേക്കായിരുന്നു. നമ്മളൊരു ക്യാഷിന് നമുക്കൊരു പ്രശ്നമല്ല. ക്യാഷ് ലക്ഷം, കോടി, 10 കോടി ട്രാവൽ. ഓക്കെ ശേഖ ഇപ്പം തരാം. ഒറ്റ 10, 100, 1000, 1000, ലക്ഷം, കോടി, 10 കോടി. അല്ല പറഞ്ഞേക്കെ പറഞ്ഞോ. ഇല്ല ഒരു മിനിറ്റ്. കാശൊക്കെ അല്ലേ അതിന് കുറച്ച് തരുമോ? എന്തേലും കുറയ്ക്കണമെന്ന് മനസ്സ് തോന്നിയെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അവിശ്വസിക്കല്ലേ ശരിക്കേ. നമ്മളിങ്ങനെ കള്ളനായിട്ട് കാണല്ലേ, വാസന ഇങ്ങനെ പലതും പറയും. നമ്മൾ ബിസിനസ്സിലൊക്കെ നേരും നിറവുള്ളതാണ്. അതറിയാ ചന്ദ്ര, അതല്ല ഞാൻ തന്നെ നേരിട്ട് വന്നത്. അതാ കിട്ടില്ലേ? ഇതിപ്പോ ഞാൻ കൊണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെച്ചോ. അത്രേ ഉള്ളൂ ചേക്കാ. അത് നല്ലൊരു ഡീല്. നമ്മളത് ഇനി ഫുൾ ബിസിനസ് ഇങ്ങനെ. സാബുര് എങ്ങനെയാണ്? സാബ്ഗുരു ആളൊക്കെ അടിപൊളിയാണ്. ആളെ തട്ടിയിട്ട് ആ ബ്ലാക്ക് ഇതങ്ങ് എടുക്കാൻ പറ്റുമോ? ബാങ്ക് ഞങ്ങള് രണ്ടാളും പാടുള്ള പാർട്ണർഷിപ്പിലാവട്ടെ. പുള്ളിനെ തട്ടാൻ പറ്റില്ലല്ലോ. ഓക്കെ പാർട്ണർഷിപ്പ് ആണല്ലേ നിങ്ങള്? അപ്പൊ നിങ്ങളുടെ കാശ് അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരുപോലെ അല്ലേ? അതിനകത്തുള്ള മെയിൻ സോഴ്സ് അപ്പൊ സെപ്പറേറ്റ് ആണോ നിങ്ങൾക്ക് മെയിൻ സോഴ്സ്? അതിന്റെ ടോട്ടൽ ഇൻകം പ്രോഫിറ്റ് 50-50. ഓ അങ്ങനെ. ഓക്കെ താങ്ക്സ്. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? ഡ്രോപ്പ് ചെയ്യോ. Of course, why not? Okay. മാക്ക് എടുക്കണ്ട. വന്നപ്പോ തന്നെ കുറേ വണ്ടി കുറക്കുന്നുണ്ടോ ചോദിക്കേ? ഇല്ല, അടുത്ത ആഴ്ച ആയിട്ട് 2 വണ്ടി വരുന്നുണ്ട്. ജീവിക്കണ്ടേ ചന്ദ്ര, നമ്മള് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന കുടുംബമാണ് നമ്മള്. അത്രേ ഉള്ളൂ.
ജഗേ നമ്മുടെ അടുത്ത് തന്നെ പറയണോ അത് പോട്ടെ അപ്പൊ താങ്ക് യു ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ ബൈ ടാറ്റ 50,000 ഉണ്ടാവേ ഓക്കെ അതല്ല അത് അക്കൗണ്ട് ബൈ 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 ബൈ